ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കരുത്. ഇന്ന് നമുക്ക് പെരിയാർ വെച്ചിട്ടൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ കുനുകുനാന്ന് പിന്നിയിട്ടത്. പക്ഷേ അത് അഴിച്ചു കഴിഞ്ഞപ്പം ഇത് ഇങ്ങനെയാണ് ഈ മുടി ഇരിക്കുന്നത്. ഉള്ളാവോന്നറിയാൻ വയ്യ. ആക്ച്വലി എൻ്റെ മുടി നാച്ചുറലി ഒരു വേവി ഹെയർ ആണേ. ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ചെയ്ത് നോക്കിയതാ. പൊന്തക്കാട് കണക്കിരിക്കുന്നു ഗൈസ്. ഏട്ടൻ്റെ കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം അവിടെ പോകുന്നതിൻ്റെയും അതിന് ശേഷം നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമുക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ദോശയും കൂടെ ഉണ്ടാക്കിയാൽ മതി. ഏട്ടൻ ഡയറ്റ് ആയതുകൊണ്ട് നമുക്ക് ഏട്ടന് ചിക്കനും മുട്ടയാണ്. അതിപ്പം ആവും, ഇത്രയും പെട്ടെന്നാവും. കടലക്കറി ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ദോശയും കൂടെ ചുട്ടാൽ മതി. സോ നമുക്ക് ദോശ തരാം. ദോശയൊക്കെ ചുടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. ഞാൻ രാവിലെ ഒന്നും കഴിക്കുന്നില്ല. ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അവർ വിഷമിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പെരിയാർ എത്തുമ്പോൾ 10 മണിയാവും. അവിടെ 10നും 10:30ക്കും ഇടയ്ക്കാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അവിടെ എത്തണം. ഇപ്പം തന്നെ മണി 6 7 മണിക്ക് 7:30 ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് അപ്പച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂടെ അപ്പച്ചിയും പപ്പയും പിന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ വൈഫും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരുങ്ങിയിട്ട് വേണം അവിടെ പോയി എല്ലാവരെയും പിക്ക് ചെയ്തിട്ട് പോകാനായിട്ട്. അതിനു മുമ്പേ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ട് വേണം. ഇനി അവരുടെയൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം. തലേന്ന് അയൺ ചെയ്ത് വെക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല എന്നല്ല, സമയം കണ്ടെത്തിയില്ല. എന്തായാലും ഇനി സംസാരിച്ചൊന്നും ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് പെട്ടെന്ന് സടപടി എല്ലാം ചെയ്ത് പെട്ടെന്ന് റെഡിയാവും. സോ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇതിൽ ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇപ്പം തന്നെ ലേറ്റായി. 7:30ക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ 8 മണിയായി ഗൈസ്. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് 3-4 വട്ടം അപ്പച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. അതിൻ്റെ ദേഷ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ചിരിക്കാനൊക്കെ പറയുമായിരുന്നേ. എന്തായാലും ചിരിച്ചു. പിന്നെ ഈ ഇരിക്കുന്നതാണ് രഞ്ജിനി ചേച്ചി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ഒരു വൈഫ് കൂടെ വരുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. ഇത് നോക്കുക ഗൈസ്, എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. എനിക്ക് ഇത് വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നേ. പക്ഷെ ബാക്ക് സീറ്റിലായതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പോരായ്മയുണ്ട്. ഭയങ്കര മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. പിന്നെ ഈ പുക പോകുന്ന പോലെ ഈ കാണുന്നത് കണ്ടോ, ഇത് കോടമഞ്ഞാണേ. എന്നാ ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. നമ്മൾ പോകുന്നത് മൊത്തം ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ ബാക്ക് സീറ്റ് ഇരുന്നുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആ കാണുന്നതാണ് വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്. പക്ഷേ ഇപ്രാവശ്യം കണ്ടപ്പോൾ വെള്ളം കുറവായിരുന്നേ. മറ്റേത് നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ വെള്ളമൊക്കെ റോഡിലോട്ട് തെറിക്കുമായിരുന്നു. അമ്മാതിരി വെള്ളച്ചാട്ടം. കുട്ടിക്കാനം എടുക്കാറാകും തോറും ഇങ്ങനെ മഞ്ഞ് കൂടി വരുമായിരുന്നേ. ഈ കാണുന്ന കണ്ടോ ഫോഗ്, നമുക്ക് റോഡൊന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഇതിൽ കൂടെ പോയപ്പോൾ നമ്മൾ പയ്യാണ് വണ്ടി ഓടിച്ചു പോയത്. കാരണം അത്രയ്ക്ക് റോഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ അതുമല്ല, നല്ല തണുപ്പുമായിരുന്നേ. അങ്ങനെ നമ്മൾ പെരിയാർ എത്തിയേ. ഈ കാണുന്നത് വേറൊരു അപ്പച്ചിയുടെ വീടാണ്. ഈ അപ്പച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ ആണ് ഇത്. എന്നാ ഭംഗിയാന്നൊക്കെ. എവിടെ പോവാ? എണ്ണിക്ക് എഴുന്നേറ്റ മോള്. നോക്കട്ടെ ഉടുപ്പ് നോക്കട്ടെ. നല്ല പുപ്പാണല്ലോ. ആ കൊള്ളാം.
ഗുരുമന്ദിരത്തിൽ വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെ വണ്ടി ഞങ്ങൾ അപ്പച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നാണ് അങ്ങോട്ട് പോയത്. ഇതാണ് പെണ്ണും ചെക്കനും. അവർ സ്റ്റേജിലോട്ട് കയറി പോവുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നതിന് കളിയാക്കുമായിരുന്നു. ഈ എൻഗേജ്മെൻറ്റ് നടന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ഞാനാണ്. കാരണം മുമ്പ് ഞാൻ എവിടെയെങ്കിലും പോയാൽ ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാറത്തില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പം എല്ലാവരും, അതായത് ഏട്ടൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വന്ന് എന്നോട് മോളേന്ന് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നേ. ഇപ്പം ഏട്ടൻ എവിടെയെങ്കിലും മാറി നിന്നാൽ പോലും എനിക്ക് അവിടെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നടന്നു. പിന്നെ അതിനുശേഷം അവർ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്ത് എല്ലാവരും സന്തോഷത്തോടെയാണ് ഇരുന്നത്. അങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. വീഡിയോ എടുത്തു തരാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വയമേ തന്നെയാണ് വീഡിയോ എടുത്തത്. നമുക്ക് കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിരുന്നേ. പിന്നെ അതുമാത്രമല്ല ചോറും മീൻകറിയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഏട്ടനും പിള്ളേരും കൂടെ റോട്ടിൽ വന്നിട്ട് വേണ്ടേ അവിടെ കിടന്ന പശുവാണോ കാളയാണോ എന്നൊന്നും അറിയാൻ വയ്യ, അതിന് മറ്റേ ഇല പിച്ചി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പെങ്കൊച്ചിന് ഒരു പേടിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കിയേ, അതിൻ്റെ അടുത്ത് എത്ര കൂളായിട്ടാണ് നിൽക്കുന്നത്. നീ അതിനെ മൂക്കിലൊക്കെ പിടിച്ച് വലിക്കുന്നു. ഒരു പേടിയില്ലാത്ത കൊച്ച്. പിന്നെ അതിനുശേഷം നമ്മൾ ആ നേരത്തെ കാണിച്ചു തന്ന വ്യൂ ഇല്ലേ, അങ്ങോട്ട് നടന്നു പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. വെള്ളമുണ്ടോ ഇവിടെ? ഇതിൻ്റെ നടുക്ക് കുളോ? പിന്നെ നമ്മളെല്ലാവരും കൂടെ ഈ നടന്നു പോകുന്നതെന്ന് വെച്ചാൽ കൊച്ചച്ഛൻ്റെ വീട്ടിലോട്ടാണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലോട്ട്. ഇതാണ് ആ ചേട്ടൻ്റെ വീട്. ഈ നിൽക്കുന്നതാണ് ചേട്ടൻ്റെ അമ്മ. പിന്നെ ആ ഇരിക്കുന്ന മോൻ ആ ചേട്ടൻ്റെ അനിയനാണ്. അഖിലെന്നാണ് അവൻ്റെ പേര്. ഓഗസ്റ്റ് 6 നമ്മളോട് രാഹുലിന്റെ ഇത് അവക്കാടോ ഏട്ടാ, അവക്കാടോ. വിലയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അവക്കാടോ, ഏലം. ഈ അവക്കാടോയുടെ പുറകെ കാണുന്ന മൊത്തം ഒരു വലിയൊരു പറമ്പാണ്. ആ പറമ്പ് നിറച്ച് ഏലക്കയുടെ കൃഷിയാണ്. പിന്നെ എനിക്ക് ആ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളോട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ വേറൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഈ കാണുന്നതാണ് പട്ടുമല ചർച്ച് എന്ന് പറയും. ഒരുപാട് സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. ഓർത്ത് പറയുകയാണെങ്കിൽ ആംഗ്രി ബേബീസ് എന്ന് പറയുന്ന സിനിമയിൽ ഈ പള്ളി കാണിക്കാറുണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ വ്യൂസൊക്കെ കാണാനായിട്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നു പോകുന്നുണ്ട് ഈ പള്ളിയിലേക്ക്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഐസ്ക്രീം വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അന്നേരം തന്നെ ഏട്ടൻ വണ്ടി നിർത്തിയിട്ട് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.